ചാറ്റ് GPT, ജെമിനി, കോപ്പൈലറ്റ് ഇതെല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായി മാറി. സോ ഇവയെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? LLM ആണ്, ലാർജ് ലാംഗ്വേജ് മോഡൽ. സോ ഇന്ന് നമുക്ക് ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഹാക്കിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എൻ LLM? എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ലാർജ് ലാംഗ്വേജ് മോഡൽ LLMs ആർ അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് ഡിസൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ്, ജനറേറ്റ് ആൻഡ് ഇൻട്രാക്ട് യൂസിങ് ഹ്യൂമൻ ലൈക്ക് ലാംഗ്വേജ്. ഈ ഒരു LLM എന്താണ് ഉപയോഗിക്കുന്നത്? അഡ്വാൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിനെയാണ്. അതെന്തിനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഡിസൈൻ ടു അണ്ടർസ്റ്റാൻഡ്, ജനറേറ്റ് ആൻഡ് ഇൻട്രാക്ട് യൂസിങ് ഹ്യൂമൻ ലൈക്ക് ലാംഗ്വേജ്. നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് മനസ്സിലാവുന്ന, അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു LLM ഈ ഒരു അഡ്വാൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദേ ആർ ട്രെയിൻ ടു ഓൺ മാസീവ് ഡാറ്റാസെറ്റ് കണ്ടെയ്നിങ് ഡൈവേഴ്സ് ടെക്സ്റ്റ് കണ്ടന്റ് ടു പ്രെഡിക്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് കൊഹറൻറ്റ് റെസ്പോൺസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്സ്. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ചാറ്റ് GPT ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ജെമിനി ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസ് തരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വരുന്ന ഡാറ്റാസ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കണ്ടൻ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അതുവഴി നമുക്ക് എന്തായിരിക്കും? വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമൂലം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു LLMസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് എന്ത്? ചാറ്റ് GPT, ജെമിനി, അതുപോലെ തന്നെ കോപ്പൈലറ്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ വാട്ട് ഈസ് LLM ഹാക്കിംഗ്? എന്താണ് LLM ഹാക്കിംഗ് എന്ന് പറയുന്നത്? LLM ഹാക്കിംഗ് റെഫേഴ്സ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൾണറബിലിറ്റീസ് വിത്തിൻ എ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ടു കോസ് അൺഇൻറ്റൻഡഡ് ഓർ ഹാംഫുൾ ബിഹേവിയർ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഹാക്കിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. സോ അതുപോലെ തന്നെ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് എന്ത് ചെയ്യുക? അൺഇൻറ്റൻഡഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ വെച്ചിട്ട് ഇതുപോലെ വൾണറബിലിറ്റീസിന് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു LLM ഹാക്കിംഗ് എന്ന് പറയുന്നത്. സിൻസ് ദീസ് മോഡൽസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ലൈക്ക് ചാറ്റ് ബോട്ട്സ് ആൻഡ് കോണ്ടന്റ് generators, attackers often they try to manipulate them for malicious purpose. നമ്മളിപ്പോൾ നിലവിൽ ഏത് ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, അതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ചാറ്റ് ബോർഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടൻറ്റ് ജനറേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു LLM നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ദം ഫോർ മലീഷ്യസ് പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യും അറ്റാക്കേഴ്സ്. ദെൻ കോമൺ LLM ഹാക്കിംഗ് ടെക്നിക്സ്. കോമൺ ആയിട്ട് വരുന്ന LLMൽ വരുന്ന ഹാക്കിംഗ് ടെക്നിക്സ് ആണ് ഒന്ന് പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ, tricking the LLM to ignore instructions and do something unexpected by using sneaky inputs. ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യാം? നമുക്കൊരു ഇൻപുട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന നേരത്തെ അതിനെ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് ആയിരിക്കും വരിക. സോ ഈ ഒരു LLMനെ ട്രിക്ക് ചെയ്തുകൊണ്ട് അതിന് തരാൻ പാടില്ലാത്ത തരത്തിലുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിനും കാര്യങ്ങളും ഇഗ്നോർ ചെയ്തിട്ട് അതിനെ ട്രിക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ അത് വരുന്നത് ഈ ഒരു പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ്റെ ഭാഗത്താണ്. ദെൻ ഡാറ്റ ലീക്കേജ്, ആക്സിഡൻ്റലി മേക്കിംഗ് ദ LLM സ്പിൽ സെൻസിറ്റീവ് ഓർ പ്രൈവറ്റ് ഇൻഫർമേഷൻ. ഇതുപോലെ ആക്സിഡൻ്റലി എന്ത് ചെയ്യും? ഈ ഒരു LLMനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻഫർമേഷനോ എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു ഡാറ്റ ലീക്കേജിന് അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഇൻഅഡ്വക്കേറ്റ് സാൻഡ് ബോക്സിങ്. ഈ ഒരു സാൻഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നോട്ട് പ്രോപ്പർലി സെപ്പറേറ്റിംഗ് ദ LLM ഫ്രം സെൻസിറ്റീവ് സിസ്റ്റംസ്. ഈ ഒരു സെൻസിറ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു LLMനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അലോയിങ് ഇറ്റ് ടു ആക്സസ് തിങ്സ് ഇറ്റ് ഷുഡിൻ്റ്. അത് ആക്സസ് തരാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു നല്ല രീതിയിൽ സാൻഡ് ബോക്സിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല, പ്രോപ്പർലി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടും. ദെൻ അൺഓതറൈസ്ഡ് കോഡ് എക്സിക്യൂഷൻ. ഈ ഒരു കോഡ് എക്സിക്യൂഷൻ മേക്കിംഗ് ദ LLM റൺ ഹാംഫുൾ കോഡ് ഓർ കമാൻഡ്സ് ജസ്റ്റ് ത്രൂ ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ്. നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു പ്രോംപ്റ്റ്സ് കൊടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചാറ്റ് GPTയിലാണ് ആ ചാറ്റ് ചെയ്യുന്നൊരു ഭാഗം. അവിടെ ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കോഡ്സോ കമാൻഡ്സോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് എക്സിക്യൂഷൻ നടത്തുക. അത് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ദെൻ SSRF. SSRF വൾണറബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? getting the LLM to access hidden services or data it's not supposed to reach. ഈ ഒരു SSRF വൾണറബിലിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? LLMൽ ആക്സസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ ഹിഡൻ സർവീസസിന് എന്ത് ചെയ്യും? ഈ ഒരു SSRF വൾണറബിലിറ്റീസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ ആക്സസ് ചെയ്യും.
ഇതെല്ലാം ഈ ഒരു കോമൺ LLM ഹാക്കിംഗ് ടെക്നിക്സിൻ്റെ അകത്ത് വരുന്നതാണ്. ദെൻ വൈ ഈസ് LLM സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് LLM സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വരുന്നത്? ഡാറ്റ പ്രൈവസി. അറ്റാക്കേഴ്സ് ക്യാൻ എക്സ്പ്ലോയിറ്റ് LLM ടു എക്സ്ട്രാക്ട് സെൻസിറ്റീവ് ഡാറ്റ ഇഫ് ദ മോഡൽ ആർ നോട്ട് പ്രോപ്പർലി സെക്യൂർഡ്. ഇപ്പോൾ നമ്മൾ നിലവിൽ വൻപിച്ച തോതിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ChatGPT ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു LLM മോഡൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ അത്രത്തോളം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ട്രസ്റ്റ് വർത്തിനെസ്. മാനിപ്പുലേറ്റ് LLM മേ ജനറേറ്റ് ഹാംഫുൾ ഓർ മിസ്ലീഡിങ് കണ്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഈ ഒരു LLMനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഇതുപോലെ അത് ജനറേറ്റ് ചെയ്യുന്ന പിന്നെ ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള മിസ്ലീഡിങ് കണ്ടൻറ്റ് ആയിരിക്കും. ഡാമേജിങ് ട്രസ്റ്റ് ഇൻ AI സിസ്റ്റംസ്. അതുവഴി എന്ത് ചെയ്യും? ഈ ഒരു AI സിസ്റ്റംസിനോടുള്ള ട്രസ്റ്റ് വർത്തി എന്ത് ചെയ്യും? ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെടും. ദെൻ മോഡൽ ഇൻറ്റഗ്രിറ്റി. സെക്യൂരിറ്റി ഫ്ലോസ് ക്യാൻ ലീഡ് ടു അൺഇൻറ്റൻറ്റഡ് ആക്ഷൻസ് മേക്കിംഗ് ഇറ്റ് ക്രൂഷ്യൽ ടു സേഫ് ഗാർഡ് LLM ഫ്രം അഡ്വേഴ്ഷ്യൽ അറ്റാക്സ്. നമ്മൾ ഈ ഒരു മോഡൽ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അവിടെ സെക്യൂരിറ്റി ഫ്ലോസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് എന്തെങ്കിലും നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു LLMൻ്റെ സേഫ് ഗാർഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ LLMനെ സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഹൗ ടു പ്രൊട്ടക്റ്റ് അഗെയിൻ LLM ഹാക്കിംഗ്. എങ്ങനെ LLM ഹാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇൻപുട്ട് വാലിഡേഷൻ ആൻഡ് ഫിൽറ്ററിങ്. എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള എൻഷുർ ഓൾ ഇൻപുട്ട്സ് ആർ വാലിഡേറ്റഡ്. എന്ത് ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആൻഡ് ഫിൽറ്റർ ടു പ്രിവെൻറ്റ് പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ അറ്റാക്സ്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോസ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഹാം ഉള്ള തരത്തിലുള്ള കമാൻഡ്സോ കാര്യങ്ങളോ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻപുട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വാലിഡേറ്റ് ചെയ്യുന്ന നേരത്തെ എന്തിരിക്കണം? ഫിൽറ്റർ ചെയ്യേണ്ടിയിരിക്കണം. അതുകൊണ്ട് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ അറ്റാക്സ്. നമുക്ക് ഇതുപോലുള്ള പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ അറ്റാക്സിൽ നിന്നും തടയാനായിട്ട് പറ്റും. ദെൻ മോഡൽ ഓഡിറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു മോഡലിനെ ഓഡിറ്റ് ചെയ്യാം. റെഗുലർലി ടെസ്റ്റ് ദ മോഡൽ ഫോർ വൾണറബിലിറ്റീസ്, ബയാസസ് ആൻഡ് വീക്ക്നെസ്. എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ബയാസസോ അല്ലാന്നുണ്ടെങ്കിൽ വൾണറബിലിറ്റീസോ ഉണ്ടോ എന്നുള്ളത് റെഗുലർലി ടെസ്റ്റ് ചെയ്യുക. ദെൻ റെസ്ട്രിക്റ്റ് സെൻസിറ്റീവ് ഡാറ്റ ആക്സസ്. ഒരു ലിമിറ്റ് ദ മോഡൽസ് ആക്സസ് ടു സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഡ്യൂറിങ് ട്രെയിനിങ് ടു പ്രിവെൻറ്റ് ഡാറ്റ ലീക്കേജ്. ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു സെൻസിറ്റീവ് ഡാറ്റയിൽ ആക്സസ് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്ത് കൊടുക്കണം? ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ യൂസ് സെക്യൂർ API ഇൻറ്റഗ്രേഷൻസ്. API ഇൻറ്റഗ്രേഷൻ എന്ത് ചെയ്യണം? എൻഷുർ ദാറ്റ് ദ API ഇൻട്രാക്ടിങ് വിത്ത് ദ LLM ഹാവ് റോബസ്റ്റ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ. ഈ LLMസിൽ നമ്മൾ ഈ ഒരു API കോൺഫിഗർ ചെയ്യുന്ന നേരത്ത് അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കോൺഫിഗറേഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ മോണിറ്റർ ആൻഡ് അപ്ഡേറ്റ് മോഡൽ റെഗുലർലി. ഓക്കെ, ഇംപ്ലിമെൻറ്റ് മോണിറ്ററിംഗ് ടു ഡിറ്റക്ട് അൺയൂഷ്വൽ ആക്ടിവിറ്റി ആൻഡ് അപ്ഡേറ്റ് മോഡൽസ് ടു പാച്ച് നോൺ വൾണറബിലിറ്റീസ്. ഇപ്പോൾ അറിയപ്പെടുന്ന വൾണറബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാച്ച് ചെയ്യുകയും അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കണ്ടെത്തുന്ന വൾണറബിലിറ്റീസ് പാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്ത്? മോണിറ്ററിംഗ് ടു ഡിറ്റക്ട് അൺയൂഷ്വൽ ആക്ടിവിറ്റി. നമ്മുടെ ആ ഒരു LLMൽ എന്തെങ്കിലും തരത്തിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക. അത് അല്ലാന്നുണ്ടെങ്കിൽ മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാച്ച് ചെയ്യുകൂടെ വേണം. സോ ഇത്രത്തോളമാണ് നമുക്ക് LLM ഹാക്കിങ്ങിനെ പറ്റിയിട്ട്